രാജ്യത്ത് വൻ ലഹരിവേട്ട 163 കോടി രൂപയുടെ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു. കേരളം രാസലഹരിയുടെ ഹബ്ബായി മാറുന്നു. കുറ്റകൃത്യങ്ങളുടെ സമഗ്ര വാർത്തകളുമായി കാക്കിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ലഹരിക്കേസിൽ പോലീസിന് വിവരം നൽകിയെന്നാരോപിച്ച് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച് സുഹൃത്തുക്കൾ. കണ്ണൂർ എടക്കാട് സ്വദേശി റസീലിനാണ് മർദ്ദനമേറ്റത്. പരിക്കേറ്റ റസീൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. ലഹരിക്കേസിൽ പോലീസിന് വിവരം നൽകിയെന്നാരോപിച്ചാണ് എടക്കാട് സ്വദേശി റിസലിനെ സുഹൃത്തുക്കൾ മർദ്ദിച്ചത്. സംഭവത്തിൽ ഫഹദ്, അഫ്രീദ്, ജെറി, ഷബീബ, ഇഷാഖ്, റിയാൻ എന്നിവർക്കെതിരെയാണ് എടക്കാട് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ കേസിലെ 1-ാം പ്രതിയായ റിസലിന്റെ സുഹൃത്ത് ഫഹദിനെ കഞ്ചാവുമായി കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയിരുന്നു. 100 ഗ്രാം കഞ്ചാവ് ഇയാളുടെ കയ്യിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തു. ഫഹദ് കഞ്ചാവ് കടത്തുന്ന വിവരം പോലീസിന് നൽകിയത് റിസലാണെന്ന് ആരോപിച്ചാണ് ഫഹദും സംഘവും മർദ്ദിച്ചത്. വടികൊണ്ടും സിമന്റ് കട്ട കൊണ്ടും ക്രൂരമായ ആക്രമണമാണ് റിസലിന് നേരെ ഉണ്ടായത്. സിമന്റ് കട്ട കൊണ്ട് തലയ്ക്കടിച്ചു കൊലപ്പെടുത്താനുള്ള ശ്രമമായിരുന്നു എന്ന് പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നു. അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേരെ എടക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അക്രമത്തിൽ പരിക്കേറ്റ റിസൽ പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ജനം, കണ്ണൂർ. സംസ്ഥാനത്ത് ലഹരി വ്യാപനം തടയുന്നതിനുള്ള നടപടികൾ ആലോചിക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം. ഈ മാസം 24-ാം തീയതി നടക്കുന്ന യോഗത്തിൽ വിവിധ വകുപ്പുകളിലെ മന്ത്രിമാർ പങ്കെടുക്കും. യോഗത്തിൽ പോലീസും എക്സൈസും ലഹരി വ്യാപനം തടയുന്നതിനായി പദ്ധതി രേഖ അവതരിപ്പിക്കും. നിലവിൽ സംസ്ഥാനത്തെ ലഹരി വിപണനവും ഉപയോഗവും തടയുന്നതിനു വേണ്ടി അന്വേഷണങ്ങൾ നടത്താനും ഏകോപനത്തിനും ADGP മനോജ് അബ്രഹാമിനെയാണ് ആഭ്യന്തര വകുപ്പ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനു പുറമെയാണ് മുഖ്യമന്ത്രി അവലോകന യോഗം വിളിച്ചിട്ടുള്ളത്. ഈ മാസം 24-ാം തീയതി വിവിധ മന്ത്രിമാരെയും വകുപ്പ് മേധാവിമാരെയും യോഗത്തിൽ പങ്കെടുപ്പിക്കും. ലഹരിയുടെ ഉപയോഗം തടയുന്നതിനായി സമഗ്ര പദ്ധതികൾ യോഗത്തിൽ തയ്യാറാക്കും. പോലീസ്, എക്സൈസ് പ്രത്യേക പദ്ധതികൾ യോഗത്തിൽ അറിയിക്കണം. സംസ്ഥാനത്തെ ലഹരി മാഫിയയെ നിയന്ത്രിക്കാൻ എക്സൈസ് വകുപ്പ് പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരുന്നത്. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ സംസ്ഥാന വ്യാപകമായി പിടിച്ചെടുത്ത സിന്തറ്റിക് ലഹരിയുടെ മറ്റ് ലഹരി ഉൽപ്പന്നങ്ങളുടെ കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. നിയമസഭയിൽ ഉൾപ്പെടെ എക്സൈസ് വകുപ്പും ആഭ്യന്തര വകുപ്പും ലഹരിയുടെ ഉപയോഗവും വിപണനവും തടയുന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാർ അക്ഷീണം പരിശ്രമിക്കുന്നു എന്ന് പറയുമ്പോഴും പലപ്പോഴും പരാജയപ്പെടുകയാണുണ്ടായത്. ഇതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരുന്നത്. 2022-ൽ സമാനമായ രീതിയിൽ അവലോകന യോഗം ചേർന്ന് സമഗ്ര പദ്ധതികൾ തയ്യാറാക്കിയെങ്കിലും ലഹരിയുടെ പിടിയിൽ നിന്നും യുവത്വത്തെ തിരിച്ചു കൊണ്ടുവരാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ജനം, തിരുവനന്തപുരം. ലഹരിക്കെതിരായ SFIയുടെ പോരാട്ടം വെറും വാക്കാകുന്നു. SFI നേതാവ് ഹോസ്റ്റൽ മുറിയിൽ ലഹരി ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ ജനം TVക്ക്. പേരൂർക്കട ലോ അക്കാദമിയിലെ LLM വിദ്യാർത്ഥിയും SFI തിരുവനന്തപുരം പേരൂർക്കട ഏരിയ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് ആനന്ദിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. പകൽ ലഹരിക്കെതിരെ ക്യാമ്പയിൻ, രാത്രികാലങ്ങളിൽ ഹോസ്റ്റൽ മുറികളിൽ കഞ്ചാവ് ഉപയോഗവും വിപണനവും. ഇതാണ് SFI കുട്ടി നേതാക്കൾ ക്യാമ്പസിനുള്ളിൽ നടത്തുന്നതെന്നാണ് ഉയരുന്ന ആക്ഷേപം. സംസ്ഥാന വ്യാപകമായി ലഹരിക്കെതിരെ ക്യാമ്പയിൻ നടത്താനൊരുങ്ങുന്ന SFI പ്രവർത്തകൻ തന്നെ ലഹരി ഉപയോഗിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. SFIയുടെ പേരൂർക്കട ഏരിയ സെക്രട്ടറിയും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗവുമായ അഡ്വക്കേറ്റ് ആനന്ദ് AP അടക്കമുള്ള SFI നേതാക്കളുടെ ലഹരി ഉപയോഗം കാണുക. ആനന്ദിനൊപ്പം SFI പ്രവർത്തകർ ലഹരി ഉപയോഗിക്കുന്നതും കാണാം. പേരുക്കടയിലെ ഹോസ്റ്റൽ റൂമിൽ കഞ്ചാവ് ഉപയോഗിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. മുൻപ് തിരുവനന്തപുരം SFIയുടെ ജില്ലാ കമ്മിറ്റിയിലെ പ്രവർത്തകർ ലഹരി ഉപയോഗിക്കുന്നത് വിവാദമായതിന് പിന്നാലെ ജില്ലാ കമ്മിറ്റി തന്നെ പിരിച്ചുവിട്ടിരുന്നു. ജനം, തിരുവനന്തപുരം. കളമശ്ശേരി പോളിടെക്നിക് കഞ്ചാവ് വേട്ടക്കേസിൽ ഒരാൾ കൂടി പിടിയിൽ. ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിച്ച 3-ാം വർഷ വിദ്യാർത്ഥി അനുരാജാണ് അറസ്റ്റിലായത്. ഇതിനിടെ കൊച്ചി നഗരത്തിലും സമീപ ഭാഗങ്ങളിലും പോലീസും എക്സൈസും ഡാൻസ് ഓഫ് ടീമും വ്യാപക പരിശോധനകൾ നടത്തി.
കഞ്ചാവ് ആവശ്യമുള്ളവരിൽ നിന്ന് പണം ശേഖരിച്ച് കൈമാറിയിരുന്നത് അനുരാജാണെന്ന് പോലീസ് അറിയിച്ചു. ഇന്നലെ അറസ്റ്റിലായ ഷാലിക്കും ആഷിക്കും ചേർന്ന് കൊണ്ടുവന്ന 4 പാക്കറ്റ് കഞ്ചാവ് ആകാശിന്റെ മുറിയിലെത്തിച്ചതും അനുരാജാണ്. 2 പാക്കറ്റുകളാണ് പോലീസ് കണ്ടെത്തിയത്. ഷാലിക്കിന്റെയും ആഷിക്കിന്റെയും മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അനുരാജിലേക്ക് അന്വേഷണം എത്തിയത്. കഞ്ചാവ് എത്തിച്ച വിവിധ ഭാഷാ തൊഴിലാളിയെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുകയാണ്. കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡിൽ ആകാശ്, അഭിരാജ്, ആദിത്യൻ എന്നിവരായിരുന്നു പിടിയിലായിരുന്നത്. വലിയ അളവിൽ കഞ്ചാവ് കണ്ടെത്തിയ കേസായതിനാൽ ആകാശ് റിമാൻഡിലാണ്. മറ്റ് 2 പേർക്ക് സ്റ്റേഷൻ ജാമ്യം ലഭിച്ചു. ആഷിഖ്, ഷാലിഖ് എന്നിവരായിരുന്നു ഇന്നലെ അറസ്റ്റിലായത്. ഇതിനിടെ ലഹരി ഇടപാടുകൾക്കെതിരെ കളമശ്ശേരി പോളിടെക്നിക് പരിസരത്തും നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും നടത്തിയ പരിശോധനയിൽ ചെറിയ അളവിലുള്ള ലഹരി പിടികൂടിയിട്ടുണ്ട്. ജനം, കൊച്ചി. രാജ്യത്ത് വൻ ലഹരിവേട്ട. 163 കോടി രൂപയുടെ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തു. ഗുവാഹത്തി, ഇംഫാൽ സോണിലും ബംഗളൂരുവിലുമായാണ് ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തത്. ലഹരി വിമുക്ത ഭാരതമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അസാമിലെ ഗുവാഹട്ടി, മണിപ്പൂരിലെ ഇംഫാൽ എന്നിവിടങ്ങളിൽ നിന്നും 88 കോടി രൂപയുടെ ലഹരി വസ്തുക്കളാണ് പിടിച്ചെടുത്തത്. അന്താരാഷ്ട്ര മയക്കുമരുന്ന് മാഫിയയുടെ ഭാഗമായ 4 പേരെ അറസ്റ്റ് ചെയ്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എക്സിലൂടെയാണ് ലഹരി വേട്ടയുടെ വിവരങ്ങൾ അറിയിച്ചത്. മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് അമിത്ഷാ പറഞ്ഞു. ലഹരിമുക്ത ഭാരതമാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്നും ആഭ്യന്തരമന്ത്രി ഓർമ്മപ്പെടുത്തി. അതേസമയം ബംഗളൂരുവിൽ നിന്ന് 75 കോടി രൂപയുടെ MDMA-യുമായി 2 വിദേശ വനിതകളും പിടിയിലായി. ദക്ഷിണാഫ്രിക്കൻ സ്വദേശികളിൽ നിന്നും 37.87 കിലോ MDMA-യാണ് പിടിച്ചെടുത്തത്. ജനം, ഡൽഹി. IOC ഡെപ്യൂട്ടി ജനറൽ മാനേജർ അലക്സ് മാത്യുവിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ 7 ലിറ്റർ വിദേശ മദ്യവും 29 ലക്ഷം രൂപയുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് രേഖകളും പിടിച്ചെടുത്തു. നിക്ഷേപങ്ങളുടെയും വസ്തു വാങ്ങിയതിൻ്റെയും രേഖകളും വിജിലൻസിന് ലഭിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി ആരംഭിച്ച റെയ്ഡ് ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് അവസാനിച്ചത്. കഴിഞ്ഞ ദിവസം കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ അറസ്റ്റിലായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ അലക്സ് മാത്യുവിന്റെ എറണാകുളത്തെ വീട്ടിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിൽ 7 ലിറ്റർ വിദേശ മദ്യവും 29 ലക്ഷം രൂപയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് രേഖയും കണ്ടെത്തി. കൂടാതെ പണവും നിക്ഷേപം നടത്തിയതിന്റെയും വസ്തു വാങ്ങിയതിന്റെയും രേഖകളും വിജിലൻസിന് ലഭിച്ചു. വിജിലൻസ് എസ്പിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധന ഇന്ന് പുലർച്ചെ 4 മണിവരെ നീണ്ടിരുന്നു. അലക്സ് മാത്യുവിനെതിരെ കൂടുതൽ പരാതികളും ആരോപണങ്ങളും ഉയരുന്ന സാഹചര്യത്തിൽ വീണ്ടും പരിശോധനകൾ നടത്താനാണ് വിജിലൻസ് സംഘത്തിന്റെ തീരുമാനം. വീടിനു പുറമെ എറണാകുളത്തെ ഓഫീസിലും കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയിരുന്നു. വരും ദിവസങ്ങളിൽ അന്വേഷണത്തിന്റെ ഭാഗമായി പരിശോധനകൾ തുടരുമെന്നും വിജിലൻസ് സംഘം വ്യക്തമാക്കി. ജനം, കൊച്ചി. കൈക്കൂലിക്കേസിൽ വിജിലൻസ് പിടിയിലായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ DGM അലക്സ് മാത്യുവിനെ റിമാൻഡ് ചെയ്തു. ഈ മാസം 29-ാം തീയതി വരെയാണ് റിമാൻഡ്. കൊല്ലം കടക്കലിലെ ഗ്യാസ് ഏജൻസി ഉടമയിൽ നിന്നും 5 ലക്ഷം രൂപ കൈക്കൂലിയായി ആവശ്യപ്പെടുന്നതിൻ്റെ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ഇയാൾ പിടിയിലാകുന്നത്. ഈ മാസം 29-ാം തീയതി വരെയാണ് റിമാൻഡ്. കൂടുതൽ ചോദ്യം ചെയ്യലിനായി നാളെയോ മറ്റന്നാളോ വിജിലൻസ് അലക്സ് മാത്യുവിനായി കസ്റ്റഡി അപേക്ഷ നൽകും. അറസ്റ്റിനെ തുടർന്ന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിന് പിന്നാലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അലക്സിനെ പ്രവേശിച്ചിരുന്നു. വിദഗ്ധ പരിശോധനയിൽ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് കണ്ടതിനെ തുടർന്ന് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു. പിന്നാലെ മജിസ്ട്രേറ്റിന്റെ വസതിയിലെത്തിച്ച് റിമാൻഡ് ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കുറവൻകോണത്തെ പരാതിക്കാരന്റെ വസതിയിൽ വെച്ച് കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് സംഘം അലക്സ് മാത്യുവിനെ അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ കൊച്ചിയിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വിവിധ രേഖകളും മദ്യക്കുപ്പികളും കണ്ടെത്തി. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എറണാകുളം ഓഫീസിലും വിജിലൻസ് പരിശോധന നടന്നു. അലക്സ് മാത്യു ഡെപ്യൂട്ടി ജനറൽ മാനേജറായി ചുമതലയേറ്റത് മുതൽ കൈക്കൂലി വാങ്ങുന്നതായാണ് പുറത്തുവരുന്ന വിവരം. കൂടുതൽ പരാതികളുണ്ടോ എന്ന കാര്യം അന്വേഷിക്കാനാണ് വിജിലൻസ് നീക്കം. ജനം, തിരുവനന്തപുരം. കോഴിക്കോട് വീണ്ടും റാഗിംഗ്. പയ്യോളി ചെരണ്ടത്തൂർ MHES കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥി ജാബറിനെ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചെന്ന് പരാതി. സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. കോഴിക്കോട് വള്ളിമടക്കുന്ന് JDT കോളേജിലെ വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടിയ സംഭവത്തിൽ ദൃശ്യങ്ങൾ പുറത്തു വന്നു. 5 വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു.
ഈ മാസം 10-നായിരുന്നു പയ്യോളി ചെരണ്ടത്തൂർ MHES കോളേജിൽ സംഭവം നടക്കുന്നത്. കോളേജ് വാട്സപ്പ് ഗ്രൂപ്പിൽ സെൽഫി പോസ്റ്റ് ചെയ്തതിനാണ് 1-ാം വർഷ വിദ്യാർത്ഥി ജാബിറിനെ മർദ്ദിച്ചത്. മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥി ചികിത്സയിലാണ്. അവസാന വർഷ BBA വിദ്യാർത്ഥികളായ ജസിൻ സൂഫി, മുഹമ്മദ് അൻസീഫ്, മുഹമ്മദ് റുമൈസ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് വെള്ളിമാട് JDT കോളേജിലെ വിദ്യാർത്ഥി സംഘർഷത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. വിദ്യാർത്ഥിയായ അഹമ്മദ് മുജിതബക്കാണ് വെള്ളിയാഴ്ച നടന്ന അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. 13 സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തു. മുഹമ്മദ് റിബാസ്, ഷാഹിൻ, നിഹാൽ, മുഹമ്മദ് യാസിർ, എജാസ് അഹമ്മദ് എന്നീ 5 വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തു. വിദ്യാർത്ഥിയുടെ മൂക്കിന്റെ എല്ല് പൊട്ടുകയും മുഖത്ത് പരിക്കേൽക്കുകയും ചെയ്തു. ജനം, കോഴിക്കോട്. തിരുവനന്തപുരം കല്ലമ്പലത്ത് വൻ കഞ്ചാവ് വേട്ട. 72-കാരനായ വിജയമോഹൻ എന്ന് വിളിക്കുന്ന സ്ട്രോങ് ബാബു പോലീസ് പിടിയിൽ. ലഹരിക്കെതിരെ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഇന്ന് രാവിലെയാണ് കല്ലമ്പലം നാവായിക്കുളത്ത് വെച്ച് വിജയമോഹൻ എന്ന സ്ട്രോങ് ബാബു ഷാഡോ പോലീസിന്റെ പിടിയിലായത്. 1 കിലോയിലധികം കഞ്ചാവാണ് ഇയാളിൽ നിന്നും പിടിച്ചെടുത്തത്. ഷാഡോ പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. കോളനികൾ കേന്ദ്രീകരിച്ചും അന്യസംസ്ഥാന തൊഴിലാളികളെയും വിദ്യാർത്ഥികളെയും ലക്ഷ്യമിട്ടാണ് ഇയാളുടെ കഞ്ചാവ് വിൽപ്പന. പ്രതി സ്ഥിരമായി കഞ്ചാവ് കടത്തുന്നയാളാണെന്നും പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥർ പറയുന്നു. ലഹരി കേസിൽപ്പെട്ട് ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് 1 മാസമാകുന്നതിന് മുൻപാണ് അടുത്ത വിൽപ്പന. റൂറൽ ജില്ലാ പോലീസ് മേധാവി സുദർശന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തു. ജനം, തിരുവനന്തപുരം. തിരുവനന്തപുരം കള്ളിക്കാട് ശാസ്താ ക്ഷേത്രത്തിൽ മോഷണം. ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള കോവിൽവിള ശ്രീകണ്ഠൻ ശാസ്താ ക്ഷേത്രത്തിലാണ് മോഷണം. തിരുമുഖം, കാണിക്കവഞ്ചി, ദേവിയുടെ താലിമാല എന്നിവയും 700 രൂപയും നഷ്ടമായി. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇന്ന് പുലർച്ചെയാണ് തിരുവനന്തപുരം ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള കോവിൽവിള ശ്രീകണ്ഠൻ ശാസ്താ ക്ഷേത്രത്തിൽ മോഷണം നടന്നത്. അമ്പലം വൃത്തിയാക്കാൻ വന്ന സ്ത്രീയാണ് മോഷണം നടന്നതായി കണ്ടത്. തുടർന്ന് മേൽശാന്തിയെ വിവരം അറിയിച്ചു. പിന്നീട് ദേവസ്വം ബോർഡ് സബ് ഗ്രൂപ്പ് ഓഫീസർ എത്തി പോലീസിൽ പരാതി നൽകി. പോലീസ് നടത്തിയ പരിശോധനയിലാണ് തിരുമുഖം, കാണിക്കവഞ്ചി, ദേവിയുടെ താലിമാല, 700 രൂപ എന്നിവ മോഷണം പോയതായി കണ്ടെത്തിയത്. തിരുമുഖം നഷ്ടപ്പെട്ടു, അപ്പോൾ എൻ്റെ അയ്യപ്പൻ്റെ തിരുമുഖം നഷ്ടപ്പെട്ടു, പിന്നെ കാണിക്കവഞ്ചി നഷ്ടപ്പെട്ടു, പിന്നെ ഡ്രോയിൽ നിന്ന് ഒരു 800 രൂപ ക്യാഷ് നഷ്ടപ്പെട്ടു, പിന്നെ ദേവിയുടെ ഒരു താലിമാല അത് നഷ്ടപ്പെട്ടു. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. 4 വർഷം മുൻപ് സമാനമായ രീതിയിൽ ക്ഷേത്രത്തിൽ മോഷണം നടന്നിരുന്നു. തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നതും മോഷണം നടന്ന ക്ഷേത്രത്തിലെ താക്കോൽ സൂക്ഷിച്ച ഇടവും കൃത്യമായി അറിയാവുന്ന ആളാണ് മോഷണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. ജനം, തിരുവനന്തപുരം. ഓട്ടോറിക്ഷക്കാരനെ കരിങ്കല്ലുകൊണ്ട് ആക്രമിച്ച് പണവും മൊബൈലും കവർച്ച ചെയ്ത കേസിലെ പ്രതി പിടിയിൽ. നാട്ടിക സ്വദേശി അഖിലാണ് പോലീസിന്റെ പിടിയിലായത്. ഓട്ടോ ഡ്രൈവറായ അഴിക്കോട് സ്വദേശി അംജദിനെയാണ് ഇയാൾ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. പ്രതിയെ പോലീസ് റിമാൻഡ് ചെയ്തു. മാർച്ച് 14-നായിരുന്നു സംഭവം. നാട്ടികപ്പള്ളിയുടെ സമീപത്ത് വെച്ച് രാത്രി 11 മണിക്ക് സവാരി വന്നതിന്റെ വാടക ഓട്ടോ ഡ്രൈവറായ അംജദ് ചോദിച്ചതിന്റെ വിരോധത്തിൽ അംജദിനെ മുഖത്ത് ഇടിക്കുകയും കരിങ്കല്ല് കഷ്ണം കൊണ്ട് ആക്രമിക്കുകയുമായിരുന്നു അഖിൽ. കൂടാതെ പോക്കറ്റിൽ നിന്നും 15,000 രൂപ വില വരുന്ന മൊബൈൽ ഫോണും 200 രൂപയും തട്ടിപ്പറിച്ചെടുത്തുകൊണ്ടു പോവുകയും ചെയ്തു. തുടർന്ന് വലപ്പാട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടി റിമാൻഡ് ചെയ്തത്. 8ഓളം ക്രിമിനൽ കേസുകളിലെ പ്രതി കൂടിയാണ് റിമാൻഡിലായ അഖിൽ. ജനം, തൃശൂർ. കൊല്ലം ചിതറയിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന നിരോധിത ലഹരി പദാർത്ഥങ്ങൾ പിടികൂടി. ചിതറയിലെ ഓട്ടോറിക്ഷ തൊഴിലാളിയായ നൌഷാദിൽ നിന്നാണ് ലഹരി പദാർത്ഥങ്ങൾ പിടികൂടിയത്. നേരത്തെയും ലഹരി വിൽപ്പന നടത്തിയ കേസിൽ നൌഷാദിനെ പോലീസ് പിടികൂടിയിരുന്നു. രണ്ടാഴ്ചയ്ക്ക് മുൻപാണ് ലഹരി പദാർത്ഥങ്ങൾ വിറ്റ സംഭവത്തിൽ നൌഷാദിനെ ചിതറ പോലീസ് പിടികൂടിയത്.
പിന്നീട് ജാമ്യത്തിലിറങ്ങിയ ഇയാളെ ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും ഓട്ടോറിക്ഷ തൊഴിലാളികൾ മാറ്റി നിർത്തിയിരുന്നു. വീണ്ടും നൌഷാദ് ലഹരി വിൽപ്പന തുടർന്നു. ചിതറ കോഓപ്പറേറ്റീവ് ബാങ്കിന് സമീപത്ത് വെച്ചാണ് ഇയാൾ ലഹരി വിൽപ്പന നടത്തി വന്നിരുന്നത്. സ്കൂട്ടറിൽ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ വെച്ച് പൂട്ടിയ ശേഷം താക്കോൽ സമീപത്തെ ഷട്ടറിനടുത്തുള്ള വിടവിൽ വയ്ക്കും. തുടർന്ന് ആവശ്യക്കാരെത്തി ഫോണിൽ വിളിക്കുമ്പോൾ താക്കോലിരിക്കുന്ന സ്ഥലം പറഞ്ഞു കൊടുക്കും. ആവശ്യക്കാരൻ താക്കോലെടുത്ത് സ്കൂട്ടർ തുറന്ന് ലഹരി ഉൽപ്പന്നങ്ങൾ എടുക്കുകയുമാണ് പതിവ്. നാട്ടുകാർ ഈ വിവരം പോലീസിനെ അറിയിച്ചതിനെ തുടർന്നാണ് നൌഷാദ് വീണ്ടും പിടിയിലായത്. ചിതറയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളുമുള്ള സ്ഥലത്താണ് ഇയാൾ വ്യാപകമായി നിരോധിത ലഹരി പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തിയിരുന്നത്. പിടിയിലായ നൌഷാദിനെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും പൊതുപ്രവർത്തകരുടെയും ആവശ്യം. ജനം, കൊല്ലം. ലഷ്കർ തൊയ്ബ ഭീകരൻ അബു ഖത്തൽ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടു. നിരവധി ഭീകരാക്രമണങ്ങളിൽ പിടികിട്ടാപ്പുള്ളിയാണ് അബു. മുംബൈ ഭീകരാക്രമണത്തിലെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ ഹാഫിസ് സെയ്ദിൻ്റെ വലം കൈയായിരുന്നു അബു ഖത്തൽ. 2023 രാജൌരി ആക്രമണത്തിൽ ഇയാൾക്കെതിരെ NIA കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ ഹാഫിസ് സെയ്ദിന്റെ വലം കൈയായിരുന്നു അബു ഖത്തൽ. 2023 രജൌരി ആക്രമണത്തിൽ അബു ഖത്തലിനെതിരെ NIA കുറ്റപത്രവും സമർപ്പിച്ചിരുന്നു. പാകിസ്ഥാനിൽ ശനിയാഴ്ച രാത്രിയാണ് അജ്ഞാതരുടെ വെടിയേറ്റ് ഇയാൾ കൊല്ലപ്പെട്ടത്. ജലം മേഖലയിൽ യാത്ര ചെയ്യുന്നതിനിടെ അജ്ഞാതർ വെടിയുതിർക്കുകയായിരുന്നു. 15 റൗണ്ടിലേറെ വെടിയുതിർത്തതായാണ് ദൃക്സാക്ഷികൾ അറിയിച്ചത്. ഇയാളോടൊപ്പം ഉണ്ടായിരുന്ന പാകിസ്ഥാൻ സൈന്യത്തിലെ സുരക്ഷാ ജീവനക്കാരും കൊല്ലപ്പെട്ടു. 2 വർഷം മുമ്പുണ്ടായ ധുരിയ ഭീകരാക്രമണത്തിലും ഇയാൾക്ക് പങ്കുണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. സിയാഉർ റഹ്മാൻ എന്നാണ് അബു ഖത്തൽ എന്ന ഭീകരന്റെ യഥാർത്ഥ പേര്. ലഷ്കർ ഇ തായിബ ഭീകര സംഘടനയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിലും നിർണായക പങ്കുവഹിച്ചയാളാണ് അബു ഖത്തൽ എന്നറിയപ്പെടുന്ന സിയാഉർ റഹ്മാൻ. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. കോഴിക്കോട് താമരശ്ശേരിയിൽ യുവാവിനെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പുനൂർ പെരിങ്ങോളം സ്വദേശി സഞ്ജയിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. താമരശ്ശേരി മിനി ബൈപ്പാസിലെ ഫ്ളാറ്റിലാണ് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുടുംബ തർക്കമാണ് മരണകാരണം. ഇന്നു രാവിലെയാണ് മരിച്ച നിലയിൽ യുവാവിനെ കണ്ടെത്തിയത്. പൂഞ്ഞാർ പനച്ചിപ്പാറയിൽ കഞ്ചാവുമായി 10ാം ക്ലാസ് വിദ്യാർത്ഥി എക്സൈസിൻ്റെ പിടിയിൽ. വിദ്യാർത്ഥിയെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ ഉണ്ടായ പിടിവലിക്കിടയിൽ നിലത്ത് വീണ് എക്സൈസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ 6 ഗ്രാം കഞ്ചാവ് കണ്ടെത്തി. ഇതിനിടയിൽ മീനച്ചാറ്റിൽ നിന്ന് കഞ്ചാവ് ചെടിയും കണ്ടെത്തി. ഫോട്ടോസ്റ്റാറ്റ് കടയുടമ പോക്സോ കേസിൽ അറസ്റ്റിൽ. കൊല്ലം കുളത്തൂപ്പുഴ ഏഴാംകുളം സ്വദേശി സുരേഷ് കുമാറാണ് അറസ്റ്റിലായത്. അഞ്ചൽ കോളേജ് ജംഗ്ഷനിൽ ഫോട്ടോസ്റ്റാറ്റ് കട നടത്തി വരികയായിരുന്നു 59-കാരനായ സുരേഷ് കുമാർ. കഴിഞ്ഞ ദിവസം ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനെന്ന 14-കാരന് നേരെയാണ് ഇയാൾ കടയ്ക്കുള്ളിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയത്. മകന്റെ മർദ്ദനമേറ്റ് അച്ഛൻ മരിച്ച കേസിൽ ഒളിവിൽ കഴിഞ്ഞ മകൻ സനൽ നല്ലകളം പോലീസിൽ കീഴടങ്ങി. മാർച്ച് 12-ന് ചികിത്സയിലിരിക്കെയാണ് കുണ്ടിയത്തോട് സ്വദേശി ഗിരീഷ് മരിച്ചത്. മാർച്ച് 5-നായിരുന്നു മകൻ സനൽ ഗിരീഷിനെ മർദ്ദിച്ചത്. മരിച്ചതിന് പിന്നാലെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുത്ത് പോലീസ്. കുറ്റകൃത്യങ്ങളുടെ സമഗ്ര വാർത്തകളുമായി കാക്കി നാളെ ഇതേ സമയം. സൈനിങ് ഓഫ്, വി വിനീഷ്.